പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത പച്ചയായൊരു മനുഷ്യൻ, നമ്മുടെ സ്വന്തം ജിഞ്ചിനഗ്നി ഹമീദ് കുറ്റൂർ. സുഖം തന്നെയല്ലേ? അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഷാർജ, അബുദാബി, ദുബൈയിലൊക്കെ വരുന്നത്. ഇപ്പൊ കുറച്ചായി വന്നിട്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അടിപൊളി. ഇപ്പൊ നിങ്ങളെ കാണാത്ത ഒരു ദിവസം ഇല്ലാത്ത മലയാളിയാണ് യുഎയിൽ നിന്നല്ല, മലയാളി എവിടെ ഉണ്ടോ അവർക്കൊക്കെ ഇപ്പൊ ഹമീദ് കുറ്റൂറിനെ അറിയാം അങ്ങനെ ഒരു ഏകദേശം കുറച്ച് ആൾക്കാർ അല്ലേ? ജീവിതം അടിപൊളിയല്ലേ? ഓ അടിപൊളി. നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പരിമിതിക്കുള്ളിൽ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഉള്ളത് ആഘോഷമാക്കി കുടുംബത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. മാഷാ അല്ലാഹ്. ഞങ്ങൾ നാട്ടിലും അങ്ങനെ തന്നെയാണ്, വീട്ടിലൊക്കെ അങ്ങനെ തന്നെ. അങ്ങനത്തെ ഒരു എന്താ പറയുക, നോർമല് ഇപ്പോഴും. ഇപ്പോൾ എൻ്റെ ബാക്കിയുള്ളവർക്ക് കുറവ് ഇച്ചിരി വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും മാസം 10,000 റുപ്യാണ് ചിലവിന് അയച്ചു കൊടുക്കണം. അവരവിടെ സുഖമായിട്ട് ചിലവ് ചെയ്യും. മാഷാ അല്ലാഹ്. ഇന്ന് 10,000 രൂപ ഒരു മക്കൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്ന ഒരു പൈസ മാത്രമാണ് ഇന്നത്തെ നമുക്ക് തോന്നുന്നത്. അതിനാണ് കറണ്ട് ബില്ലടക്കം അവരടച്ച് പോയിട്ട് ചിലവ് കഴിഞ്ഞ് പോകണം. അതെ, നമ്മൾ നാട്ടിൽ പോയാൽ ഒരുപാട് പൈസ നമ്മളെ അടുത്ത് നിന്ന് ചിലവായി പോകുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും അവരതിട്ട് ചിലവ് ചെയ്യുന്നു. അപ്പോൾ അവരെന്നെ നമുക്ക് മാതൃക. അപ്പോൾ ആ ഒരു അതേ റൂട്ടിൽ കൂടി തന്നെ വീഡിയോസിലൂടെ ഇവിടെ ജീവിക്കുന്ന ചെലവ് എത്രയെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭയങ്കര ഇൻസ്പയറിങ് ഒരു അനുഭവമാണ് മലയാളികൾക്ക്. അത് നമ്മളതിന് ആഴ്ചയിൽ 100 അങ്ങനെയാണ് കണക്ക്. 500 എന്ന് പറയുമ്പോൾ കുറവാണെന്ന് തോന്നും. പക്ഷെ ആഴ്ചയിൽ 100 ചിലവാക്കാൻ അത് ചെറുതായിട്ട് ചിലർക്കൊക്കെ മനസ്സിലാവും. ആഴ്ചയിൽ 100 ചിലവാക്കിയാൽ 4 ആഴ്ചയിൽ 400. പിന്നെ എക്സ്ട്രാ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് 100. അതിൽ എന്തെങ്കിലും മിച്ചം വെച്ചാൽ ബാക്കി വൈഫിന്. മാഷാ അല്ലാഹ്. അപ്പോൾ സാമ്പത്തികം വൈഫാണ് കൈകാര്യം ചെയ്യുന്നത്. അവർ പറയും. പക്ഷെ അവർ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതും കൂടി കുട്ടിയൊക്കെ വാങ്ങിച്ചാലോ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ പൈസ കൂടുതൽ ചെലവാവല്. അവര് പെണ്ണുങ്ങൾ വിചാരിച്ച പൈസ ചെലവ് കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. അപ്പോ പിന്നെ എന്താണ് ഇപ്പത്തെ ജോലി? ഞാൻ ഇപ്പോ ഇലക്ട്രിക്കൽ, പ്ലംബിങ് എന്തും ചെയ്യും. അങ്ങനെ ഇന്നേ ചെയ്യാന്നൊന്നുമില്ല. ഇപ്പോ കൽബയിൽ ഔക്കാഫിന്റെ ഔക്കാഫിന്റെ അണ്ടറിലാണ്. മാഷാ അല്ലാഹ്. അപ്പോ ചെലവ് ചുരുക്കുന്ന കാര്യം പറഞ്ഞപ്പോ, നാട്ടിലും നിങ്ങള് ഇതേപോലെ ചെലവിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു അതോ? അങ്ങനെ നമ്മള് സ്വപ്നങ്ങളുണ്ടെങ്കിൽ പൈസ കൂടുതലായി പോകും. അങ്ങനെ ആ വരുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്യുക.